ഇന്നത്തെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് സർജനായിട്ടുള്ള ഡോക്ടർ റോബിൻ ജി അലക്സ് ആണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ കൃഷ്ണ. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ജനറൽ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നതിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു യുവർ ചാനൽ ഓൾസോ. തോളുവേദനയും അനുബന്ധ പ്രശ്നങ്ങളും പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. ചില ലക്ഷണങ്ങൾ ഒരു അലാം സിഗ്നലാണ് നമുക്ക് തരുന്നത്. എത്ര ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാലാണ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത്? തോളിൻ്റെ ബുദ്ധിമുട്ടുകളിലുള്ള സിംറ്റംസിനെ കുറിച്ച് പറയുമ്പം ഒരു വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് വരാം. കൈ പൊക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് വരാം, കൈ തിരിക്കാൻ, മുടി തലകെട്ടാൻ അല്ലെങ്കിൽ പുറം ചൊറിയാൻ ഒക്കെയുള്ള ബുദ്ധിമുട്ട് വരാം. പക്ഷേ ഇതെപ്പോൾ അലാമിങ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നൈറ്റ് പെയിൻസ് വരുമ്പോഴാണ്. അതായത് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞുറങ്ങുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉറക്കം സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക, കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേദന കാരണം വീണ്ടും എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ളൊരു സിംറ്റം ഇതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. റീസെൻ്റായിട്ടുള്ള ജേർണൽസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റായ ഷോൾഡർ പെയിൻ ആണെങ്കിൽ 90% ആളുകളിലും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കും. ആ പ്രശ്നമുള്ള ഷോൾഡറിൻ്റെ വശത്തേക്ക് ചരിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനൊരു സിംറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട് ആൻ എക്സ്പെർട്ട് ഡോക്ടർ. നിങ്ങളുടെ ഷോൾഡറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളോട് പറയുകയാണ്. ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം മാറ്റി നിർത്തിയാലും ആ ഒരു സിംറ്റം അത് വളരെ ക്രൂഷ്യലാണ്. അത് ഒട്ടും നമ്മൾ അവഗണിക്കാൻ പാടില്ല. ബാക്കി വൺസ് ഇൻ എ വൈൽ വരുന്ന ചെറിയ ഓഡ് ഏക്കുകൾ, ചെറിയ വേദനകൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഈ ഒരു സിംറ്റം അത് മോസ്റ്റ് റിലവൻ്റ് ആണ്. ഡോക്ടർ, ഈ തോളുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു അസുഖമാണല്ലോ ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. എന്താണ് ഈ അസുഖം? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? കൃഷ്ണ, ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെ ഉണ്ട് അസുഖം എന്താണെന്ന്. ഫ്രോസൺ ഷോൾഡർ, ഒരു വസ്തു ഫ്രീസായി അല്ലെങ്കിൽ ഫ്രോസൺ ആയെന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ ജോയിൻറ്റിന് മറ്റ് പല ജോയിൻറ്റുകളെ പോലെ തന്നെ ആവരണം ചെയ്യുന്നൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു ക്യാപ്സ്യൂളുണ്ട്. ഈ ക്യാപ്സ്യൂള് ടൈറ്റ് ആകുന്നു, അത് മൂവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഫ്രോസൺ ഷോൾഡർ. കൈ പൊക്കാൻ പറ്റത്തില്ല, മുതുക് ചൊറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തലമുടി കെട്ടാൻ പറ്റത്തില്ല, ഒരു മൂവ്മെൻറ്റും പറ്റത്തില്ല. ഗ്ലോബൽ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്സ്. ഏതൊരു കാര്യത്തിന് വേണ്ടി കൈ ഉപയോഗിച്ചാലും പെയിൻ ആയിരിക്കും. അതാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലക്ഷണം. യൂഷ്വലി സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത്. ഇതിനകത്ത് ഒരു പേഷ്യൻ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പം രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പെയിൻ, രണ്ടാമത്തെ സ്റ്റിഫ്നെസ്. പല ലിറ്ററേച്ചറും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പെയിൻ ഓൾമോസ്റ്റ് എല്ലാവരിലും തന്നെത്താനെ റിസോൾവ് ചെയ്യും. അതാണ് ഒരു സെൽഫ് റിസോൾവിങ് കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ. ഏത് ആസ്പെക്റ്റിൽ? ഈ പെയിനിൻ്റെ ആസ്പെക്റ്റിൽ. പെയിൻ എല്ലാവരിലും മാറും, മനസ്സിലായില്ലേ? പക്ഷേ സ്റ്റിഫ്നെസ്, രണ്ടാമത്തെ സിംറ്റമാണ് സ്റ്റിഫ്നെസ്, അതായത് കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് എല്ലാവരിലും മാറണമെന്നില്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതും നമ്മൾ ഇമ്പോർട്ടൻ്റായി അറ്റൻഷൻ കൊടുക്കേണ്ടതും ഈ സ്റ്റിഫ്നെസ്സിന് വേണ്ടിയാണ്. എന്താണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്? ഫിസിയോതെറാപ്പി ചെയ്യുക. ഒരു 95% കൂടുതൽ ആളുകൾക്കും ഫിസിയോതെറാപ്പി മാത്രം മതി. എപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 3 മാസമാവാം, ചിലപ്പോൾ 6 മാസമാവാം, ചിലപ്പോൾ 1 വർഷമാവാം. ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ 4.5 വർഷം 5 വർഷം വരെ എടുത്ത കേസുകളും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ സ്റ്റിഫ്നെസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ചില ആളുകളിൽ പെയിൻ കാരണം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് ട്രൈ ചെയ്ത് വീണ്ടും ഫിസിയോതെറാപ്പി കൊടുക്കാം. പക്ഷേ വളരെ അപൂർവമായിട്ട് ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് പേഷ്യൻസിൽ എത്ര ഇഞ്ചെക്ഷൻ കൊടുത്താലും എത്ര ഫിസിയോതെറാപ്പി ചെയ്താലും അവരുടെ സ്റ്റിഫ്നെസ് മാറത്തില്ല. പെയിൻ പോകും, പക്ഷേ എന്നാലും സ്റ്റിഫ്നെസ് മാറത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു കീ ഹോൾ സർജറി ഉണ്ട്. വളരെ സിമ്പിളായൊരു സർജറി വെച്ചിട്ട് ഈ ടൈറ്റായിരിക്കുന്ന സ്ട്രക്ചേഴ്സിനെല്ലാം നമുക്ക് റിലീസ് ചെയ്ത് വിടാൻ പറ്റും. പക്ഷേ വളരെ ചെറിയൊരു % ആളുകൾക്ക് അത് ആവശ്യമുള്ളൂ. അതൊരു കോമൺ ഡിക്റ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. എല്ലാവരിലും ഫിസിയോതെറാപ്പി വർക്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 95% മുകളിലും ഫിസിയോതെറാപ്പി വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. അതായത് ക്ഷമയോടിരിക്കണം, ഒരിക്കലും തളരാൻ പാടില്ല. ഇന്നൊരു ഡോക്ടറെ കണ്ടു, 2 ആഴ്ച കഴിഞ്ഞ് വേറെ ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വേറെ ഡോക്ടറെ കണ്ടു. ഇങ്ങനെ ഡോക്ടർ ഷോപ്പ് ചെയ്തുകൊണ്ട് അസുഖം മാറത്തില്ല. അതിനൊരു കോഴ്സുണ്ട്. ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര കാലം കൊണ്ടേ ആ വേദന മാറുള്ളൂ എന്നുണ്ട്. ആ സമയമാകുമ്പോൾ അതിൻ്റെ വേദന മാറും. നമ്മൾ വി ജസ്റ്റ് കീപ്പ് ഓൺ ഡൂയിങ് ദി ഫിസിയോതെറാപ്പി. എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഡോക്ടറെ, ഈ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഇപ്പോൾ ഷോൾഡർ പെയിൻ കണ്ടുവരുന്നുണ്ട്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ജിമ്മിൽ പോകുന്ന ആളുകളിൽ കോമൺ ആയിട്ട് ഷോൾഡർ പെയിൻ വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റാപ്പിഡ് വെയിറ്റ് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഈഗോ ലിഫ്റ്റിംഗ്. അതായത് ഫസ്റ്റ് ആഴ്ച ചെന്നു 2.5 കിലോ അല്ലെങ്കിൽ 2.5 kg നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ 2.5 kg ഒന്നുമില്ല, വീണ്ടും 5ലേക്ക് കയറി, വീണ്ടും ഉടനെ തന്നെ 7.5ലേക്ക് കയറി, വീണ്ടും 10ലേക്ക് കയറി. ഇങ്ങനെ റാപ്പിഡായിട്ട് വെയ്റ്റ്സ് കൂടുമ്പോൾ
നമ്മുടെ മസിൽസിലും നമ്മുടെ ബോൺസിലും ഉണ്ടാകുന്ന വെയ്റ്റിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇത് കാരണം ഷോൾഡർ പെയിൻ വരും. പല കണ്ടീഷൻസ് ഉണ്ട്. ഡിസ്കൽ ക്ലാവിക്കുലർ ഓസ്റ്റിയോലൈസിസ്, AC ജോയിൻ്റ് ആർത്രോസിസ്, റൊട്ടേറ്റർ കഫ് സ്പ്രെയിൻസ്, ഇങ്ങനെയുള്ള പല പല പ്രോബ്ലങ്ങളും ഇങ്ങനെ ഈഗോ ലിഫ്റ്റ് ചെയ്യുന്നവരോട് ഉണ്ടാകുന്നുണ്ട്. ക്രോണിക് ആയിട്ടുള്ള ഗെയിൻസിന് വേണം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പോസ്ചർ കറക്റ്റ് ആയിരിക്കണം. ഷോൾഡർ എന്ന് പറഞ്ഞാൽ വളരെ ഡൈനാമിക് ആയൊരു സ്ട്രക്ചറാണ്. ഓരോ മസിൽസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള പോസ്ചറിലാണ് എക്സസൈസുകൾ ചെയ്യേണ്ടത്. അത് പ്രോപ്പർലി ട്രെയിൻഡായ ട്രെയിനർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു കാരണവശാലും സെൽഫായിട്ട് വീഡിയോസ് മാത്രം കണ്ടിട്ട് വീട്ടിൽ ഇരുന്ന് എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല. ഒരാൾ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ ഒരിക്കലും സ്വയമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതല്ലേ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൾറെഡി ഷോൾഡർ പെയിൻ ഉള്ള ആളുകൾ അത് മാറാൻ വേണ്ടി പോയി ജിമ്മിൽ ചെയ്യുക. മനസ്സിലായില്ലേ? ദാറ്റ്സ് വെരി കാറ്റസ്ട്രോഫിക്. അതായത് എന്താണ് അണ്ടർലൈങ് പ്രോബ്ലം, ഷോൾഡർ പെയിൻ വീണ്ടും വീണ്ടും വരുന്നു, അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് സെൽഫ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ അഗ്രവേറ്റ് ചെയ്യുക. ഇത് മൂന്നുമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒരിക്കലും ജിം കട്ട് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പോകുന്നവർ കൺസിസ്റ്റൻ്റായിട്ട് ആ ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഹെൽത്തി ലൈഫ് ഉണ്ടാകണം. പക്ഷേ കോഷ്യസ് ആയിരിക്കണം. എപ്പോഴും അക്യൂട്ട് റിട്ടേൺസിന് വേണ്ടി ശ്രമിക്കാതെ ക്രോണിക് റിട്ടേൺസിന് വേണ്ടി ശ്രമിക്കുക. കുറേ നാൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് ബോഡി ഒരു നല്ല ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ തോളിൻ്റെ കുഴ തെറ്റുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. ആശുപത്രി പോകുന്നു, പിടിച്ചിടുന്നു, വീണ്ടും വരുന്നു. ഇതെന്താണ് ഡോക്ടർ? ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിനെന്താണ് ചികിത്സ എന്ന് പറയുന്നത്? ഡിസ്ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. എന്നെ കാണാൻ 24 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് വന്നു. 4-5 വട്ടം കുഴ തെറ്റിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു 5 വട്ടം കുഴ തെറ്റിയല്ലോ, ഇനിയിപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടെ നിന്ന് അച്ഛൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കുഴയും തെറ്റിയിട്ടുണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ്, ഞാൻ സർജറി ഒന്നും ചെയ്തില്ലല്ലോ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, എനിക്ക് വീണ്ടും കുഴ തെറ്റിയിട്ടില്ലല്ലോ. അപ്പം അച്ഛനോട് കൊടുത്ത റിപ്ലൈ ആണ് എനിക്ക് പബ്ലിക്കിനോടും കൊടുക്കാനുള്ളത്. ഒരു വട്ടം കുഴ തെറ്റെന്ന് വിചാരിച്ച് സർജറിയുടെ ആവശ്യമില്ല. ഫ്രാക്ചറുകളോ മസിൽ പൊട്ടലുകളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കുഴ തെറ്റിയാൽ സർജറിയുടെ ആവശ്യമില്ല. പക്ഷേ വീണ്ടും വീണ്ടും കുഴ തെറ്റിയാൽ ഡെഫിനറ്റ്ലി സർജറി ചെയ്യണം. ഇല്ലെങ്കിൽ ഷോൾഡർ പോലൊരു ജോയിനിൽ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സർജറിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഓപ്പൺ സർജറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നൂതനമായിട്ട് എന്തൊക്കെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ളത് സർജറിയായിട്ട് ബന്ധപ്പെട്ട്? കൃഷ്ണ, ബേസിക്കലി സർജറി എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഓപ്പൺ സർജറികളുണ്ട്, പിന്നെ കീ ഹോൾ സർജറികളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് കീ ഹോൾ സർജറിയിലൂടെ വലിയ സ്കാറുകളൊന്നും ഇല്ലാതെ ചെറിയ ഒരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനത്തെ ഒരു ഇൻസെഷനിലൂടെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. വലിയ വലിയ ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റുകൾക്ക് മാത്രമാണ് ഓപ്പൺ സർജറിയുടെ വലിയൊരു സ്കാറുള്ള സർജറിയുടെ ആവശ്യം വരിക. ബാക്കിയുള്ളതെല്ലാം കീ ഹോൾ സർജറിയിലൂടെ ഇപ്പം ഒരു 95% നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് സർജറികൾ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സിനുള്ള ട്രീറ്റ്മെൻറ്റ്, അത്തരം സർജറികൾ, അതിനൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ സർജറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള കോൾഡ് കണ്ടീഷൻസിൽ, അതായത് ഡിസ്ലൊക്കേഷൻസ്, അതുപോലെ മസിൽ പൊട്ടുന്നു, അതായത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറികൾ പോലുള്ള കേസുകളിലൊക്കെ നമുക്ക് കീ ഹോൾ സർജറികൾ ചെയ്യാം. വളരെ ചെറിയ സ്കാറായിരിക്കും. 1-1.5 സെൻറ്റിമീറ്ററിൻ്റെ 3-4 ഹോൾസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുവഴി നമുക്ക് കീ ഹോൾ സർജറികളിലൂടെ പേഷ്യൻറ്റിന് വീണ്ടും പഴയ ഒരു പെർഫോമൻസിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഡോക്ടറെ, ഏതൊരു സർജറി കഴിഞ്ഞാലും റെസ്റ്റ് എന്ന് പറയുന്നത് അനിവാര്യമാണല്ലോ. അപ്പോൾ ഈ കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുമോ? എല്ലാ കീ ഹോൾ സർജറി ചെയ്താലും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകുമെന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓരോ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് പോലുള്ള മസിലുകളിലൊക്കെ കീ ഹോൾ സർജറി ആണെങ്കിൽ ഓപ്പൺ സർജറിക്ക് ഉള്ളതുപോലെ തന്നെ റീഹാബ് അതിനുമുണ്ട്. ഈ മസിലുകൾ അല്ലെങ്കിൽ ലിഗമെൻറ്റുകൾ കറക്റ്റായിട്ട് പിടിക്കണം അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കണ്ടീഷനിങ് ആവശ്യമാണ്. അതിനൊരു ലോങ് പീരീഡ് ഓഫ് ടൈം യൂഷ്വലി എടുക്കാറുണ്ട്. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്, വളരെ ക്വിക്കായിട്ട് കീ ഹോൾ സർജറിയിലൂടെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന സർജറികളുമുണ്ട്. പക്ഷേ അത് അപ്പോൾ ആ ഒരു ചോദ്യം കോൺടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എന്ത് സർജറിയാണോ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും. മുറിവിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കീ ഹോൾ സർജറിയിൽ വളരെ കുറവായിരിക്കും. ചെറിയ 2-3 ഹോൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡോക്ടർ, പൊതുവേ പറയാറുണ്ടല്ലോ ഈ കൈ പൊക്കാനുള്ള വള്ളികൾ പൊട്ടിപ്പോയി, വള്ളികൾക്ക് ക്ഷതം സംഭവിച്ചു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞ മസിൽ പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ അതിനൊരു ചികിത്സ തേടേണ്ട വളരെ അത്യാവശ്യമാണ്. കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പിഞ്ചത്തില്ലേ, പിന്നെ അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൊട്ടേറ്റർ കഫ് പൊട്ടിക്കിടക്കുന്നു. കുറച്ച് നാളത് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി നശിച്ചു പോകും. അതാണ് അട്രോഫി, ഫാറ്റി അട്രോഫി എന്ന് പറയും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർജറി ചെയ്താലും ആ മസിൽ ഹീലാവില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല ഒരുപാട് നാൾ ഇങ്ങനെ മസിൽ പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി പോകും.
പെട്ടെന്ന് തന്നെ ആർത്രൈറ്റിസിലേക്ക് വന്നെത്തും. അതിൻ്റെ പേരാണ് റൊട്ടേറ്റർ കഫ് ആർത്രോപ്പതി. ഈ മസിൽ പൊട്ടിയത് കാരണം ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് ആണ് റൊട്ടേറ്റർ കഫ് ആർത്രോപ്പതി. നമ്മൾ ഒട്ടും നിസ്സാരവൽക്കരിക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. ഓക്കെ ഡോക്ടർ, ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി വന്ന് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വളരെ കുറച്ച് കണ്ടീഷൻസിനെ കുറിച്ച് സംസാരിച്ചുള്ളൂ. ഷോൾഡറിലുള്ള അസുഖങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും, എല്ലാവർക്കും ബോറാവും. ഡോക്ടർ തിരക്കിൻ്റെ ഇടയിൽ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി വന്നല്ലോ, അതൊരു വലിയ കാര്യമാണ് ഡോക്ടർ. വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ എന്തായാലും. മാത്രമല്ല ഡോക്ടർ, നമുക്ക് ഇവരോട് പറയാം, ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്ന സീരീസിൽ തീർച്ചയായിട്ടും ഡോക്ടർ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.